എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷയുടെ ടോട്ടൽ മാർക്ക് പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതായത് SSLC മാർക്ക് പെർസെൻറ്റേജ് എങ്ങനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് കണക്കാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം എങ്ങനെയാണ് നിങ്ങൾ SSLCയുടെ ആ ഒരു മാർക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓരോ ഗ്രേഡിനും നിശ്ചിതമായിട്ടുള്ള ഗ്രേഡ് വാല്യൂ ഉണ്ട്. അതായത് A+ ആണെങ്കിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 9 ആണ്, A ഗ്രേഡ് ആണെങ്കിൽ 8 ആണ്, B+ ആണെങ്കിൽ 7, അതുപോലെ B ആണെങ്കിൽ 6, അതുപോലെ C+ ആണെങ്കിൽ 5, C ആണെങ്കിൽ 4, അതുപോലെ D+ ആണെങ്കിൽ 3, അതുപോലെ D ആണെങ്കിൽ 2, E ഗ്രേഡ് ആണെങ്കിൽ 1 പോയിൻറ്റുമാണ് ഗ്രേഡ് വാല്യൂ ആയിട്ട് വരിക. ഇനി ഒരു വിദ്യാർത്ഥിക്ക് 10 A+ ആണ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ 10 A+ ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു SSLC മാർക്കിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 10 A+ കിട്ടി. 10 A+ കിട്ടിയിട്ടുണ്ടെങ്കിൽ A+ൻ്റെ വില എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 10 × 9 90 ആണ്. ഈ ഒരു 90, അതായത് എത്രയാണോ ഗ്രേഡ് പോയിൻ്റ്, അതായത് ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് എത്രയാണോ കിട്ടിയത്, അതിനാണ് TGP എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഗ്രേഡ് പോയിൻറ്റിനെ ആ ഒരു 100/90 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഈ ഒരു 100 എന്ന് പറയുന്നത് അതിനെ 100ലേക്ക് കൺവേർട്ട് ചെയ്യാനും, ഈ ഒരു 90 എന്ന് പറയുന്നത് ടോട്ടൽ ആ ഒരു ഗ്രേഡ് പോയിൻ്റാണ്, ആ ഒരു 90 എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഗ്രേഡ് വാല്യൂ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 90 കിട്ടും. അപ്പോൾ ആ ഒരു 90ആണ് ഈ ഒരു 90. അപ്പോൾ ഈ ഒരു 90നെ ജസ്റ്റ് 100/90 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 100 ആണ് കിട്ടുക. അപ്പോൾ 100% മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് ഇത്ര മാർക്കാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 5 A+ ആണ് കിട്ടിയതെന്ന് കരുതുക, അതുപോലെ 5 A ഗ്രേഡുമാണ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് 5 ഗുണിക്കണം ഈ ഒരു A+ൻ്റെ വില 9 ആണ്, 5 ഗുണിക്കണം ആ ഒരു 9 + 5 ഗുണിക്കണം Aയുടെ വില എന്ന് പറയുന്നത് 8 ആണ്, 5 × 8 ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 9 × 5 45, അതായത് 45, അതുപോലെ 8 40, ടോട്ടൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ 85 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു 85 എന്നുള്ളതിനെ നിങ്ങൾ ചെയ്യേണ്ടത് 100ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 100/90 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇത് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടി എന്നുള്ളത് നോക്കിയ ശേഷം ആ ഒരു ഗ്രേഡിൻ്റെ വില കൊണ്ട് എത്ര എണ്ണമുണ്ട് അതിനെ ഗുണിച്ച് ആ ഒരു ബാക്കിയുള്ളതിനെ ടോട്ടൽ അതിനോടൊപ്പം കൂട്ടിയിട്ട് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു SSLCയുടെ മാർക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.